കാത്തിരുന്ന് ഇക്കൊല്ലത്തെ ഓണം ഇങ്ങനെ വന്നു. ഇത്തവണത്തെ സ്റ്റാർ വേറെ ആരുമല്ല, ഈ കുഞ്ഞി പാവാടയും ബ്ലൗസും ഇട്ടേക്കുന്ന നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണ്. അത് പറഞ്ഞപ്പോൾ ഉള്ള നാണം കണ്ടോ. അങ്ങനെ നമ്മുടെ ഓണം കൂടാൻ കഴിഞ്ഞ കൊല്ലത്തെയും പോലെ ഇത്തവണയും ചേച്ചിയും കൂടി. നമ്മുടെ കുഞ്ഞിന് നല്ല സന്തോഷമായിരുന്നു ഇങ്ങനെ പരിപാടി കൂടുന്നതും ആൾക്കാരെ കാണുന്നതും എല്ലാം. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ചൂടുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. പക്ഷെ അതൊന്നും നമ്മുടെ പെണ്ണിന് ഒരു വിഷയമല്ലായിരുന്നു. കണ്ടില്ലേ തുള്ളുന്ന്. അങ്ങനെ ഒരുപാട് ഗെയിംസും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് സ്ട്രോ ആൻഡ് കപ്പ് എന്ന് പറഞ്ഞ ഈ ഗെയിമാണ്. 5 പേരുള്ള ടീമിൽ സ്ട്രോ മാത്രം യൂസ് ചെയ്ത് കപ്പ് എൻഡ് പോയിന്റിൽ എത്തിക്കണം. ഏറ്റവും കൂടുതൽ കപ്പ് എത്തിക്കുന്നവരായിരിക്കും വിജയ്. നല്ല ഫണ്ണായിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ ഈസി ആയിട്ടും കുറച്ച് ട്രിക്കൊക്കെ ഉപയോഗിച്ചും വിജയിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. പിന്നെയും ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പനും അമ്മയും നല്ല തകർത്ത് ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞും അവിടെ ഉറങ്ങിപ്പോയി. കുഞ്ഞിനെ മാറി എടുക്കാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല പായസവും സദ്യയും ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ കയറിയത്. പക്ഷെ അതിന്റെ ഒരു ക്ഷീണവും ഞങ്ങൾ ഡാൻസിൽ കാണിച്ചില്ല. നല്ല എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചു. അല്ല, അങ്ങനെ തന്നെ വേണമല്ലോ, നമ്മുടെ ഓണമല്ലേ. ഞങ്ങളുടെ ഡാൻസ് കണ്ടിട്ട് അവളും ഡാൻസ് കളിക്കുമായിരുന്നു. അതായിരുന്നു ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, അവളെ ഓണക്കോടി ഇടിപ്പിക്കുന്നതും പൊട്ട് തൊടിയിക്കുന്നതും കണ്ണെഴുതിക്കുന്നതും വളയിടുന്നതും അങ്ങനെ എല്ലാം. അതൊക്കെ ഈ വർഷത്തെ ഓണത്തിന് ഞാനങ്ങ് സാധിച്ചു. ഇന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. ഒരു നൈസ് ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ കുഞ്ഞി പെണ്ണിൻ്റെയും വക ഓണാശംസകൾ. ഹാപ്പി ഓണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.